എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. വാത്സല്യത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു മിക്സ്ചർ ഉണ്ടാക്കാമേ. അതിനായിട്ട് 2 കപ്പ് കടലമാവ് എടുക്കാം. 1 കപ്പ് അരിപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് പൊടിയെല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അരിപ്പൊടിയും കടലമാവും അളന്ന ആ ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളം എടുത്തു. കുറേശ്ശെ ആയിട്ടൊഴിച്ച് നമുക്കിത് കുഴച്ചെടുക്കാം. ഒരുപാട് ലൂസുമല്ല, എന്നാൽ ഒരുപാട് ടൈറ്റുമല്ല, അതുപോലെ മാവ് കുഴച്ചെടുക്കണം. ഇത് പുറത്തോട്ടൊരു ശകല എണ്ണ തേച്ചിട്ട് നമുക്കിത് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് മാറ്റി വെക്കാം. അപ്പം 10 മിനിറ്റ് കഴിഞ്ഞ് പാത്രത്തിലോട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ചൂടാകാനായിട്ട്. പിന്നെ നമ്മൾ ഇത് പിഴിഞ്ഞിടുന്ന അച്ച് അതിനകത്തോട്ട് കുറച്ച് എണ്ണ തേക്കണം, ഒരു മയത്തിന് വേണ്ടി പറ്റി പിടിക്കാതിരിക്കാൻ. എന്നിട്ട് അത് ഫില്ല് ചെയ്തിട്ട് എണ്ണയ്ക്കകത്തോട്ട് നമുക്കിതുപോലെ ഞെക്കി പിഴിഞ്ഞിടാം. 2 സൈഡും മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് എടുക്കാം. എണ്ണയൊട്ടും കുടിക്കാത്ത രീതിയിൽ വേണം. നമുക്കിതുപോലെ എല്ലാം പിഴിഞ്ഞ് പറക്കി എടുക്കാം. ഇനി നമുക്ക് ഒരു കപ്പ് കപ്പലണ്ടിയിട്ട് വറുത്തെടുക്കാം. തൊലി പോകുന്ന പരുവാകുമ്പോഴാണ് എടുക്കേണ്ടത്. എണ്ണയിൽ കിടന്നൊന്ന് പൊട്ടുന്ന ശബ്ദം കേൾക്കാം, അന്നേരമാണ് കോരിയെടുക്കണ്ടേ. ഇനി നമുക്ക് ആ കടലമാവിൻ്റെ ബാക്കി ഇച്ചിരി എടുത്തിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് ലൂസാക്കിയിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ 2 തണ്ട് കറിവേപ്പിലയും ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് നമുക്കൊന്ന് വെളുത്തുള്ളി ഒന്ന് ചതച്ചിടണേ. അതും കൂടെ വറുത്ത് നമുക്ക് ഈ പാത്രത്തിലോട്ടിടാം. പിന്നെ അടിപ്പൊരി കറിവേപ്പിലയും വെളുത്തുള്ളിയും അതും കൂടെ വറുത്തതിനകത്തോട്ടിടാം. കരിയാപ്പിലയൊന്ന് പൊടിച്ചിടണം, ഫ്ലേവറൊക്കെ കിട്ടും. വെളുത്തുള്ളി ഇതുപോലൊന്ന് പൊടിച്ചിടണം. എന്നിട്ടെല്ലാം കൂടെ നമുക്കൊന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ഒരു ഇച്ചിരി ഉപ്പും ഇച്ചിരി മുളക് പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി എല്ലാം കൂടി ഇട്ട് ഇളക്കി വേണ്ട ചായ കുടിക്കാൻ മിക്സറായി. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ.